ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നെല്ലിശ്ശേരിയിലെ സ്വത്തുകളെല്ലാം എന്റേതാക്കി മാറ്റാനാ ഞാൻ അവളെ മുന്നിൽ നിർത്തിയത്. അതിനിടയിൽ ഇനിയും അവൾ ഇടഞ്ഞു നിന്നാൽ പിന്നെ സംഭവിക്കുന്നതല്ല അവളുടെ വിധി. 2 തവണ തന്നെ ഒരാളെ കെട്ടുന്നതില് ഒരു സുഖവും ഇല്ല. അങ്ങ് ചെല്ലട്ടെ, ഞാൻ അനൂപേട്ടനോട് പറയാം. അയ്യോ, എന്നെ ചതിക്കല്ലേ. കല്യാണം കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് നടത്താമായിരുന്നു, അല്ല എന്തേട്ടാ? അതെ അതെ. വേണമെങ്കില് നമ്മുടെ കുറച്ച് ബന്ധുക്കളെ കൂടി വിളിക്കായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് തന്നെ ധാരാളം. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്പലത്തിൽ വെച്ച് താലി ഇപ്പൊ കെട്ടാം. പക്ഷേ അർച്ചനയും നീയും തമ്മിലുള്ള പിണക്കം ഇന്നത്തോടെ തീർത്തേക്കണം. അതെ, അതൊക്കെ ഫസ്റ്റ് നൈറ്റ് വരെ ഉള്ളൂ, അല്ലേ സച്ചേട്ടാ? അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. അവള് എന്നിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. കോടതിയിൽ കേസ് തോറ്റാൽ ചിലപ്പോ ഈ പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോ പിന്നെ ഇത്രയും കാലം ഇവളെ മുന്നിൽ നിർത്തി ഞാൻ കളിച്ച കളിയെല്ലാം വെറുതെയാകും. നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടന്നിരിക്കും. അറിഞ്ഞുകൊണ്ട് അവൾ ഒന്നും ചെയ്യില്ല. അവൾ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ അവളുടെ പിന്നാലെ നടക്കുന്നത് വെറുതെ സേവനത്തിന് വേണ്ടിയാണെന്നാണ്. അങ്ങനെയുള്ള സേവനം ഞാൻ നിർത്തിയിട്ട് കാലം കുറച്ചായി. നെല്ലിശ്ശേരിയിലെ സ്വത്തുകളെല്ലാം എന്റേതാക്കി മാറ്റാനാ ഞാൻ അവളെ മുന്നിൽ നിർത്തിയത്. അതിനിടയിൽ ഇനിയും അവൾ ഇടഞ്ഞു നിന്നാൽ പിന്നെ സംഭവിക്കുന്നതല്ല അവളുടെ വിധി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വക്കീലിനോട് ആ ഡോക്യുമെന്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറയണം. അവളെ കൊണ്ട് എങ്ങനെ ഒപ്പിടിക്കണമെന്ന് എനിക്കറിയാം. ഏത് ഡോക്യുമെന്റ്സിന്റെ കാര്യം അമ്മാവനെ പറയുന്നേ? അത് പിന്നെ നെല്ലിശ്ശേരിയിലെ ഡോക്യുമെന്റുകളുടെ കാര്യം പറയായിരുന്നു. ധനുഷ് ഇനിയും അത് മോഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചാലോ എന്ന് ഞാൻ മൂർത്തിയോട് ചോദിക്കായിരുന്നു. ഓ, അതാണോ കാര്യം? അവൻ ഇനി ഈ വീടിന്റെ 7 അയലത്ത് വരില്ല. അല്ല മോളെ, കേസ് നമ്മൾ ജയിക്കുമെന്ന് മോൾക്ക് ഉറപ്പാണോ? കേസ് മാത്രമല്ല, എല്ലാത്തിലും ജയം നമുക്ക് തന്നെയായിരിക്കും. അർച്ചനയുടെ ജീവിതത്തിന് ഇപ്പൊ തീ പിടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം അർച്ചന തന്നെ സ്വയം ചെയ്തോളൂ. അതിനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ചേട്ടാ, ചേട്ടന്റെ കാറില് നല്ല പാട്ടൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്നാ വെക്ക ചേട്ടാ.
ഈ പാട്ടല്ലാതെ വേറെ പാട്ടുണ്ടോ? ഇതിനേക്കാളും നല്ലത് പഴയതായിരുന്നു. ആ അതെ. ഞാനൊന്ന് നോക്കട്ടെ. ഇതോ? ആ ഈ പാട്ട് വെക്ക്. ഇത് മാറ്റണ്ട. ഇത് നല്ലതാ. ഇത് നല്ല പാട്ടാ. കുറച്ചുകൂടെ ശബ്ദം വെക്ക്. ഇത് കൊള്ളാം. ഇത് നല്ല പാട്ടാ. ഇതാരേ ഡോക്ടർ? ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ അവന്റെ ഡോക്ടർ. എന്നിട്ട് എടുത്ത് സംസാരിക്കാത്ത എന്താ? അല്ല അത് ഞാൻ പിന്നീട് വിളിച്ചോളാം. സച്ചേട്ടൻ ഉറങ്ങിയോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ പുറത്തെങ്ങും പോകുന്നില്ലല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? എന്നെ നിനക്കറിയില്ലേ മോളെ? തന്നെ കുറിച്ച് ചിന്തിക്കാത്ത, തനിക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു നിമിഷമെങ്കിലും എന്റെ ലൈഫിലുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. തന്നെ ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഞാൻ പോകുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ?